വിനായകൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് പതിവ് പോലെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. മദ്യപാനം മൂലം രോഗാവസ്ഥയിലായവർ പോലും ഇപ്പോൾ പൊതുവേദിയിൽ വന്ന് യുവാക്കളെ ഉപദേശിക്കുകയാണെന്ന് പറയുന്ന കുറിപ്പിൽ രൂക്ഷമായ ഭാഷയിലുള്ള തെറികളും ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല, കള്ളടിച്ച് മൂത്തുപഴുത്ത് സകലതും അടിച്ചുപോയി എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വരുന്നത് ഡ്രഗിനെപ്പറ്റി പറയുന്നത് ശരിക്കും കോമഡിയുമാണ്. മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നതെന്നും അദ്ദേഹം കുറിക്കുകയുണ്ടായി. വിനായകന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിലധികവും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് സലീം കുമാറിനെയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യമായി തന്നെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കെത്തിയ സലീം കുമാർ നടക്കുന്നതിനിടെ ഇടറി വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം വൈറലുമായിരുന്നു. വിവാദമായ ഈ കുറിപ്പ് വിനായകൻ പിന്നീട് പിൻവലിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമാണ്. അത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ വന്ന കുറിപ്പിന് താഴെ സലീം കുമാറിന്റെ മകൻ ചന്തു എഴുതിയ മറുപടിയും ഇതിനോടകം തന്നെ വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഭാഷ ഇത്തിരി മോശമാണെങ്കിലും പറയുന്നത് വിനായകനാണെങ്കിലും ഇത് അത്യാവശ്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കുറേയായി ഉപദേശിയ ആളുകളുടെ മെക്കിട്ട് കയറുകയാണെന്ന് പോസ്റ്റിന് താഴെയായിരുന്നു ചന്തുവിന്റെ മറുപടി ഉണ്ടായത്. വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യവുമുണ്ട്. ഈ സീനിയർ നടന്മാരാണെന്ന് പറയുന്നവന്മാരൊക്കെ തന്നെ എന്നെ മാറ്റി നിർത്തുമായിരുന്നു. നിന്റെ അച്ഛനുമുണ്ടല്ലോ, അയാൾ മാത്രമേ എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. അതാണ് അയാളുടെ ക്വാളിറ്റി എന്നതും. ഇതേ ആള് തന്നെയാണ് ഇതും പറയുന്നത്. ഡ്രഗ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും വേണം. അയാൾക്ക് ആരെ എന്തെന്ന് പോലും മനസ്സിലാകുന്നില്ല, ചന്തു കുറിക്കുകയുണ്ടായി. അയാൾ ഇതുവരെ പോയിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ ഒന്നെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ അല്ലെങ്കിൽ സാമൂഹിക സമ്മേളനങ്ങളായിരുന്നു. അവിടെയെല്ലാം അയാളെ കേൾക്കാൻ വരുന്നവരോടാണ് അയാൾ കൂടുതലും സംസാരിക്കുന്നത്. അവിടെയെല്ലാം പോയിരുന്ന് എന്നെപ്പോലെ എല്ലാവരും കുടിച്ച് ലിവർ സിറോസിസ് വരുത്തി വെക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അനുഭവിക്കുന്നവർക്കാണല്ലോ അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാനും അതുപോലെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. ഡ്രഗ്സിനെതിരെ പറയുന്നത് ക്രൈമാണെന്ന് ഇതുവരെ ഒരു അറിവുമില്ല. ഇവിടെ ഓരോ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് ജീവിതം പിടിച്ചെടുക്കുവാൻ നോക്കുകയാണ്. വീട്ടിൽ അമ്മയും പെങ്ങളെയും ഒക്കെ ആരെങ്കിലും കമൻ്റ് അടിച്ചാൽ കുഴപ്പമില്ല, ഭാഷ ഇച്ചിരി മോശമാണെന്നല്ലേ ഉള്ളൂ, പ്രശ്നമാക്കേണ്ട എന്ന് പറയുമായിരിക്കും, അല്ലേ എന്നും ചന്തു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് തങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എന്നത് യാദൃശ്ചികമല്ലല്ലോ. ചുമ്മാ ഒരു ഉപദേശമൊക്കെ ആളുകൾക്ക് ഇഷ്ടമാവും. പക്ഷേ സലീം കുമാർ ചേട്ടൻ്റെ ഈ അടുത്ത കുറച്ച് വിമർശനങ്ങളും അഭിപ്രായങ്ങളും കുറച്ച് അതിര് വിടുന്നു എന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞവരുമല്ല. പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും അതുപോലെ സ്വന്തം രാജ്യത്ത് നിന്ന് പഠിക്കുന്നതുമൊക്കെ അവരുടെ ചോയ്സായി കാണണം. അതൊന്നും ഒരു കാലത്തും ഒരു പ്രശ്നമേ അല്ല. മൈക്ക് കിട്ടിയാൽ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്ന പോലെ കുറച്ച് പരാമർശങ്ങൾ നടത്തിയതായി തോന്നുകയും ചെയ്തു. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വിനായകന്റെ വാക്കുകൾ ശരിക്കും മാർക്കറ്റാണെന്ന് വ്യക്തമല്ല എന്നായിരുന്നു ചന്തുവിന് വിസ്മയ ഗുപ്തൻ എന്നയാൾ നൽകിയ മറുപടി എന്നത്. ഇതിനോട് ചന്തു മികച്ച രീതിയിൽ പ്രതികരണവും നടത്തി. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി റോഡിലൂടെ ഫോൺ ചെയ്ത് നടന്ന് വന്ന് പുള്ളിയുടെ വണ്ടിയുടെ കുറുകെ ചാടിയിരുന്നു. ജസ്റ്റാണ് രക്ഷപ്പെട്ടിരുന്നത്. അന്നുണ്ടായ കാര്യമായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നതും. റോഡിലൂടെ നടക്കുമ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ടേ എന്നത്. രാജ്യത്ത് ആരും നിൽക്കാത്തത് രാജ്യത്തിന്റെ പ്രശ്നമായിട്ടാണ് പറയുന്നത്. ഇവിടെ നിൽക്കാൻ ആർക്കും ഒട്ടും തന്നെ താല്പര്യമില്ല. അതാണല്ലേ സത്യവും. അവിടെയും ഇവിടെയും കേട്ടിട്ട് ചുമ്മാ വർത്തമാനം ഒരിക്കലും പറയരുത്. വിനായന്റെ വാക്കുകൾ ആർക്കിട്ടാണെങ്കിലും താങ്കൾ പറഞ്ഞ ഇത്തിരി കുഴപ്പമൊന്നും അല്ല അതിനുള്ളത്. ഒരാൾ മരിക്കുമെന്ന് അയാൾ വീട്ടിലിരിക്കണമെന്നുമൊക്കെ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായ താങ്കളെപ്പോലെയുള്ള ഒരാൾക്ക് എന്ത് മര്യാദയാണ് ശരിക്കും ഉള്ളത്? നിങ്ങളെക്കാൾ ഭേദം ആ മനുഷ്യൻ തന്നെയാണെന്നായിരുന്നു ചന്തു നൽകിയ വിശദീകരണം.